തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങിയെന്നുള്ള തുറന്നുപറച്ചിൽ നടത്തിയത് ഡോക്ടർ ഹാരിസ് ചിറക്കലാണ്. അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയാണ്. അതിന് പിന്നാലെ ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണമൊക്കെ നടന്നു വരികയായിരുന്നു. അതിനിടയിലാണ് ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു കാര്യം പറഞ്ഞത്. യൂറോളജി വകുപ്പിൽ നിന്ന് ഒരു ഉപകരണം കാണാതെ പോയിട്ടുണ്ട്, അതിലടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ ഒരു സംശയ നിഴലിൽ നിർത്തുന്ന ഒരു പരാമർശമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഈ വിഷയത്തിലടക്കം പ്രതികരിക്കാൻ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇപ്പോൾ മീഡിയയോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ കുറേയധികം കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ശസ്ത്രക്രിയ മുടങ്ങിയ കാര്യത്തിലടക്കം. പക്ഷേ ഇന്നിപ്പോൾ മന്ത്രി പറയുന്നത് യൂറോളജി വകുപ്പിൽ നിന്ന് ഒരു ഉപകരണം 20 ലക്ഷം രൂപ വില വരുന്ന MP നൽകിയ ഒരു ഉപകരണം കാണാതെ പോയി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സംശയമുന നീളുന്നത് ഡോക്ടറിലേക്കാണ്. അതേക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, അതിൽ തന്നെ അത് പറഞ്ഞ ചോദ്യത്തിൽ തന്നെ തെറ്റുണ്ട്. കാരണം MP ഫണ്ടിൽ നിന്ന് വാങ്ങിച്ചത് 20 ലക്ഷത്തിനല്ല 14 ലക്ഷം രൂപയുടെ ഉപകരണമാണ്. അത് 14 ലക്ഷം രൂപയുടെ ഉപകരണം ഇപ്പോഴും ഉണ്ട്. ഇന്നും ആ ഉപകരണം ഞാനത് കണ്ടിരുന്നതാണ്. ആ ഉപകരണം അവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഡോക്ടറിലേക്കൊരു സംശയമുന നിലവിൽ ഇന്നത്തെ മന്ത്രിയുടെ ഒരു പ്രതികരണത്തിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡോക്ടറോട് ഉൾപ്പെട്ടുകൊണ്ട് ഈ ഉപകരണം കാണാതെ പോയെന്നുള്ള ധ്വനി പൊതുസമൂഹത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടെ ഉണ്ടെന്ന് പറയുമ്പോഴും മന്ത്രി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? അതറിയില്ല. ഞാൻ ആ വാർത്ത കേട്ടതുമില്ല, എൻ്റെ പശ്ചാത്തലം അറിയത്തുമില്ല. എന്താണ് അന്വേഷണ സമിതി അങ്ങനെ അതിനെപ്പറ്റിയൊന്നും കാര്യമായിട്ട് അന്വേഷിച്ചിട്ടില്ല. എന്നാൽ കൂടുതലും ഡോക്ടർമാരുടെയൊക്കെ ഇൻ്റർവ്യൂ ആണ് അവർ ചെയ്തിരുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിനകത്തുള്ള ഉപകരണങ്ങൾക്ക് അവർക്ക് കയറി പരിശോധിക്കാനുള്ള സാവകാശം കിട്ടിയില്ല. അതിന് മാത്രമല്ല, അതിനുള്ള ഒരു പെർമിഷൻ അങ്ങനെ കിട്ടില്ല. അത് ഒരു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് അകത്ത് കയറി ഉപകരണങ്ങളുടെയൊക്കെ ലിസ്റ്റ് എടുക്കാനോ അങ്ങനെ ചെക്ക് ചെയ്യാനോ എന്നുള്ള സാവകാശമോ അങ്ങനെ അനുവാദമോ ഇല്ല. അങ്ങനെയൊന്നും അവരങ്ങനെ റിപ്പോർട്ടിൽ അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. കാരണം റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ കിട്ടിയ ശേഷം വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് യൂറോളജി വകുപ്പിൽ നിന്ന് ഒരു ഉപകരണം കാണാതെ പോയെന്നോ അല്ലെങ്കിൽ കേട് സംഭവിച്ചെന്നോ അങ്ങനെ എന്തെങ്കിലും അറിവ് താങ്കൾക്കുണ്ടോ? ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് ഞാൻ ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ആരോപണം ഒരു ഡോക്ടർക്കെതിരെ വന്നിരുന്നു. അന്ന് അതിനെപ്പറ്റി വിശദമായിട്ട് ഇത് പത്രമാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി വിശദമായ അന്വേഷണം എൻക്വയറി നടത്തിയിരുന്നു. നടത്തിയതിൻ്റെ റിപ്പോർട്ട് അവർ തന്നിരുന്നു. ആ റിപ്പോർട്ട് വകുപ്പിലുണ്ട്. അത് DME ഓഫീസിൽ കൊടുത്ത് ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊന്നും അതിനകത്ത് യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവും ഇല്ല. അത് ഉപകരണം കേടാക്കിയതൊന്നുമല്ല. അത് ഉപകരണം അതിൻ്റെ ചെറിയ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അവർ കമ്പനിക്കാർ തന്നെ അതിൻ്റെ ഡിഫക്റ്റ് ആണെന്ന് പറഞ്ഞ് അവരത് റിപ്പയർ ചെയ്ത് തന്നു. ഇതിനകത്ത് ഇപ്പോൾ എല്ലാ വർഷവും ഒരു ഓഡിറ്റ് നടത്താറുണ്ടോ എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓഡിറ്റ് നടത്തുമ്പോൾ ഇത് കൃത്യമായിട്ട് ഉപകരണം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ ഓഡിറ്റ് നടത്തി വിവരം മന്ത്രി അറിഞ്ഞില്ല? അത് അറിയാതെ മന്ത്രി പറഞ്ഞതായിരിക്കുമോ ഇന്ന് ഉപകരണം കാണാതായി, അല്ല എങ്കിൽ ഈ പറയുന്നത് പോലെ മറ്റ് ഉപകരണങ്ങൾ കേടാക്കിയെന്ന്? മന്ത്രി എന്തുകൊണ്ട് അങ്ങോട്ട് പരാമർശം നടത്തിയെന്നായിരിക്കും താങ്കൾ കരുതുന്നത്? ഇല്ല, ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങനെ പ്രസ്താവന നടത്തിയെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. അതല്ലെങ്കിൽ മാഡം അതിനകത്ത് എന്താണോ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. അങ്ങനെ ഒരു ഉപകരണം അങ്ങനെ പോകാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല. അതിനകത്ത് അങ്ങനെ അത് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ഇനിയും ഡിപ്പാർട്ട്മെൻറ്റിൽ എൻക്വയറി നടത്താമല്ലോ, ഇനിയും വന്ന് പരിശോധിക്കാം. എന്ത് അന്വേഷണം നടത്താം, അത് താങ്കൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ മന്ത്രി ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അത് പൊതുസമൂഹത്തിന് മുമ്പിൽ വലിയ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. അപ്പോൾ ആ സംശയങ്ങൾ ദൂരീകരിക്കേണ്ടത് ഡോക്ടറിൻ്റെ കൂടി ഒരു ഉത്തരവാദിത്തമായി മാറുകയാണ്. അപ്പോൾ അതിനോട് എന്താണ് ഒരു പ്രതികരണം? അല്ല, ഇതിപ്പോൾ എൻക്വയറി നടത്തിയ സംശയം ദൂരീകരിക്കട്ടെ, അതാണല്ലോ നല്ലത്. അത് പോലീസ് ആയാലും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് എൻക്വയറി ആയാലും അതിപ്പോൾ വേറെ മറ്റ് പുറത്തുനിന്നുള്ള സമിതി ആയാലും അവർ എൻക്വയറി നടത്തട്ടെ. എൻക്വയറി നടത്തി കഴിയുമ്പോൾ അറിയാമല്ലോ അതിനകത്ത് കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ ഇത്രയും വലിയ തരത്തിൽ വിവാദമാവുകയാണ്, ഏതാണ്ട് ഒരു മാസം പിന്നിടുകയാണ്. അപ്പോൾ വ്യക്തിപരമായിട്ട് കരിയറിനകത്ത് വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ നേരിടുന്ന സമയത്തുകൂടിയാണോ കടന്നു പോകുന്നത്? അല്ല, കരിയറിൽ ഒരു പ്രശ്നവുമില്ല. കരിയറിനകത്ത് എനിക്ക് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതിനകത്തൊന്നും കരിയറിലൊന്നും പ്രശ്നമില്ല. എല്ലാ കാര്യങ്ങളിലും കാര്യമായിട്ട് എല്ലാം പഴയതിനേക്കാൾ വേഗത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. ഇതിപ്പോൾ നേരത്തെ മുഖ്യമന്ത്രി അടക്കം താങ്കളെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണെന്ന് ആരോഗ്യമന്ത്രി പറയുന്നു. അപ്പോൾ താങ്കളെ ആരോഗ്യമന്ത്രി സംരക്ഷിക്കുന്നു. പിന്നീട് മുഖ്യമന്ത്രി അടക്കം താങ്കളെ തള്ളിപ്പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ താങ്കൾ എവിടെയൊക്കെയോ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് സർക്കാർ പറയുന്ന രീതിയിലേക്കുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ അത് മാനസികമായിട്ട് വിഷമമുണ്ടാക്കില്ല, അല്ലെങ്കിൽ താങ്കളുടെ കീഴിലേക്ക് വരുന്ന രോഗികൾക്ക് പോലും ഒരു സംശയം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇല്ല, ഞാൻ അറിഞ്ഞിടത്തോളം എനിക്ക് ഇത് പല കേന്ദ്രങ്ങളിൽ നിന്നും കിട്ടിയ വാർത്ത അനുസരിച്ചിട്ട് അങ്ങനെ കാര്യമായിട്ടുള്ള നടപടികളൊന്നുമില്ല. അങ്ങനെ തെറ്റുകാരനായിട്ടല്ല ചിത്രീകരിച്ചിരിക്കുന്നത്. ചട്ടവിരുദ്ധത കാണിച്ചിട്ടുണ്ട് എന്നുള്ള ചെറിയ കുറ്റം ചെയ്തു. അപ്പം അത് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ എഴുതുന്നതും മീഡിയയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നതും ഒക്കെ ചട്ടവിരുദ്ധതയാണ് KSR അനുസരിച്ച്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള
പണിഷ്മെൻറ്റ്, ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും പണിഷ്മെൻറ്റ് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പോൾ മെമ്മോ ഇന്നലെ കിട്ടി. ആ മെമ്മോയ്ക്ക് 7 ദിവസത്തിനകം മറുപടി കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ അപ്പോൾ മെമ്മോ അതിന് മറുപടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ? എന്നത്തേക്ക് കൊടുക്കാനാണ് ആലോചിക്കുന്നത്? മെമ്മോ ഞാൻ വായിച്ചു നോക്കി. അതിനകത്ത് പ്രയാസകരമായ ക്വസ്റ്റ്യനൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള 1-2 ചോദ്യങ്ങളേ ഉള്ളൂ. അതിന് എഴുതി എത്ര വേണമെങ്കിലും. ഇന്ന് എനിക്ക് ഓപ്പറേഷൻ തിയേറ്റർ ആയതുകൊണ്ട് സമയം കിട്ടില്ല. മിക്കവാറും നാളെ തിങ്കളാഴ്ച കൊടുക്കാം. വീട്ടിൽ അവസാനമായിട്ടൊരു ചോദ്യം കൂടി. ഇപ്പോൾ ഈ വിദഗ്ധ സമിതിയുടെ അന്വേഷണം അത് ഏത് രീതിയിലാണ് നടന്നത്? കാരണം വിദഗ്ധ സമിതി റിപ്പോർട്ട് പ്രകാരമാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വിദഗ്ധ സമിതിയുടെ അന്വേഷണം ഒരു സമഗ്രമായിട്ട് എല്ലാ മേഖലകളിലും നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? വിദഗ്ധ സമിതി ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളാണ്. ഈ പ്രോബിൻ്റെ കാര്യത്തിലാണ് അവർ അന്വേഷിച്ചതും. പ്രോബിൻ്റെ ലഭ്യത ഉണ്ടായിരുന്നു. പ്രോബ് അന്ന് എന്തുകൊണ്ടാണ് കിട്ടാഞ്ഞത്? പ്രോബിൻ്റെ അത് എന്നെ മാത്രമല്ല, അതെന്താണ് പ്രോബ് കിട്ടാത്തത്, എന്താ അവിടെയാണ് താമസിച്ചത്, അതൊക്കെ അവർ കണ്ടെത്തി. അവർ കളക്ട്രേറ്റിൽ 2 മാസത്തോളം അത് താമസിച്ചു. അതുകൊണ്ടാണത് അതിന് താമസം വന്നതെന്നും ഉപകരണങ്ങളുടെ ക്ഷാമമുണ്ട്. ആ റിപ്പോർട്ട് അവർ പിന്നെ അതിനകത്ത് അവർ എന്നോട് പറഞ്ഞത് അവർ റിപ്പോർട്ട് ഇങ്ങനെ കൊടുക്കും, ഡോക്ടറുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി, എന്തായാലും ഉപകരണങ്ങളുടെ ലഭ്യത കുറവുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, അത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാരും അധികാരികളും സ്വീകരിക്കണം എന്ന് അവർ റെക്കമെൻഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ വാക്ക് തന്നിരുന്നു എന്നാണ്. അപ്പോൾ ആ കാര്യത്തിലടക്കം പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. അതെ. അത് മാത്രമല്ല, അതിനുശേഷം കാര്യങ്ങളെല്ലാം വേഗതയിൽ നടക്കുന്നുണ്ട്. പ്രിൻസിപ്പൽ സാറും DME സാറും ഒക്കെ മീറ്റിങ്ങുകൾ എനിക്ക് വേണ്ടി മാത്രം വിളിച്ചു കൂട്ടുകയും അതിനുവേണ്ടി ഒന്നിൽ കൂടുതൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അതിൻ്റെ എല്ലാം ചെയ്തു തരാം, എത്രയും പെട്ടെന്ന് ചെയ്തു തരാമെന്ന് എനിക്ക് ഉറപ്പ് വരികയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച നിറയെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇതുപോലെ 3-4 മീറ്റിംഗ് ഇവരുടെ മീറ്റിങ്ങുകളുണ്ടായിരുന്നു. അവർ ഇതെല്ലാം എനിക്ക് എത്രയും പെട്ടെന്ന് ചെയ്തു തരാം, ഈ ബാക്കി വരുന്ന ഫണ്ടുകളിൽ നിന്നൊക്കെ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ മേടിച്ചു തരാമെന്നാണ് പറഞ്ഞത്. അവസാനമായിട്ട് അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ആരോഗ്യമന്ത്രി ഈ വിഷയങ്ങളൊക്കെ പശ്ചാത്തലത്തിൽ നേരിട്ട് കണ്ട് സംസാരിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ബഹുമാനപ്പെട്ട മന്ത്രി വിളിച്ചാൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും പോകും. അപ്പം ഈ വിവാദങ്ങളിൽ സങ്കടമുണ്ടോ? വിവാദങ്ങളിൽ അങ്ങനെ സങ്കടമൊന്നുമില്ല. അത് പിന്നെ ഇങ്ങനെ നമ്മൾ ഒരു മനുഷ്യനല്ലേ. ഇന്ന് രാവിലെ ഡോക്ടർ കരഞ്ഞത് കേരള പൊതുസമൂഹം വലിയ വിഷമത്തോടു കൂടിയാണ് കണ്ടത്. ഒരുപക്ഷെ ഞങ്ങൾ കഴിഞ്ഞ മാസമൊന്നും കണ്ട ഡോക്ടർ ഹാരിസ് ആയിരുന്നില്ല ഇന്ന് രാവിലെ കാണുമ്പോൾ. വൈകാരികമായുള്ള പ്രതികരണമായിരുന്നു. എന്തുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ പൊട്ടിപ്പോയത്? അങ്ങനെ ചില മനുഷ്യനില്ലേ അങ്ങനെ താങ്ക് യു. ശരി. എന്തായാലും ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോഴും അതിനകത്ത് ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ അങ്ങനെ പറയാൻ ഒരു സാധ്യതയുമില്ല, മന്ത്രി അങ്ങനെ പറയില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇതിനകത്ത് താൻ ഉന്നയിച്ച കാര്യങ്ങളിൽ വളരെ വേഗമുള്ള ഇടപെടൽ ഇപ്പോൾ വകുപ്പിൽ നടക്കുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷ കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ വൈകാരികമായി പ്രതികരിച്ചത് മനുഷ്യനല്ലേ, അങ്ങനെ സംഭവിച്ചു പോകും എന്നുള്ള ഒരു പ്രതികരണം കൂടി ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ബിജു മടവൂരിനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.